जय श्री राम, जय श्री राम, जोर से बोलना है। जय श्री राम, 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 जय श्री राम। पूज्य महाराज की चरणों में प्रणाम करते हुए आज पावकुल मंदिर में राम रथ की आगमन हुआ है। ये रथ पूरा केरल का भ्रमण करने वाले हैं। आज ये वसंत नवरात्रि प्रारंभ हुआ है। ये वसंत नवरात्रि के समय प्रभु रामचंद्र की पूजा होता है। उनका जन्म हुआ है नवमी के दिन। उस नवमी तक पूरा देश में वसंत नवरात्रि के उत्सव मनाते हैं और प्रभु श्री रामचंद्र जी का जन्मोत्सव भी मनाते हैं। पूरा देश में जय श्री राम की नारा गूंज रहा है। हमारे धर्मावलंबी, हमारे देश प्रेमी भगवान श्री राम के भक्त होता है। इसीलिए हम भगवान राम के, भगवान हनुमान के हम भक्त हैं। उनके पूजा करने वाले ही है। जहां भगवान के राम का नारा गूंजते हैं वो समाज हिंदू समाज है। जो राम की विरोध करने वाले राक्षसी प्रवृत्तियों को हम दमन करना है। इसलिए यह रथ यात्रा प्रारंभ हुआ है। ऐसे राक्षस गुणों को हमारे मन से, हमारे भूमि से हटाने का जो हम प्रयास करना चाहिए। भगवान श्री राम का प्रयत्न यही है, निशाचर हीन करूंगा धरती। इस धरती पर निशाचर की कोई रहने का हक नहीं है, अधिकार नहीं है। इस तरह जो भगवान राम का संदेश हम पालन करेंगे। रामो विग्रहवान धर्मः, राम भगवान हमारे लिए धर्म स्वरूप है। उनका अनुसरण करना है। उनका जीवन हमारे लिए प्रेरणादायी है। उनका जीवन हमारे भारत में रहने वाले सभी को प्रेरणा देने वाले हैं। ऐसे भगवान राम की पूजा करने वाले समाज लाखों साल का जो है ये इतिहास बन चुका है। ऐसे भगवान राम के भक्त हम ऐसे संत चरणों में बैठकर भगवान राम की कथा सुनेंगे, हनुमान जी का कथा सुनेंगे। इस निमित्त ये यात्रा प्रारंभ हुआ है। हम इसलिए इस यात्रा से प्रेरणा लेकर हम अपने धर्म निभाएंगे। बोलो श्री रामचंद्र महाराज की।
जय श्री राम, जय श्री राम, जय श्री राम, जय श्री राम. धन्यवाद. മലപ്പുറം വണ്ടൂർ ചെറുകോട് ആഞ്ജനേയ ആശ്രമത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തിവരുന്ന ശ്രീരാമ രഥയാത്രയാണ് ഈ പരിപാവനമായ പുണ്യസങ്കേതത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വാർഷികത്തോടനുബന്ധിച്ച് ആഞ്ജനേയാശ്രമത്തിൽ നിന്നും കൊളുത്തിയ ഭദ്രദീപവും ശ്രീരാമസീത ആഞ്ജനേയ വിഗ്രഹ പ്രതിഷ്ഠയും മഹാഗുരുക്കന്മാരുടെ ഛായാചിത്രവും ശ്രീരാമ പാതുകവും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് തന്നെയാണ് ഈ രാമരഥം പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ എന്തെല്ലാമാണോ നമുക്ക് കാണാൻ സാധിക്കുക, സോപാനം, കൊടിമരം, കൊടിക്കൂറ, പഞ്ചവർഗം തുടങ്ങി എന്തെല്ലാം ഒരു ക്ഷേത്രത്തിലുണ്ടോ അതെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉപദേവതയായ മഹാഗണപതിയും അതുപോലെ തന്നെ ദേവീ സങ്കല്പത്തിനും ഈശ്വര സങ്കല്പത്തിനും ദേവസങ്കല്പത്തിനും എല്ലാം സമന്വയിച്ചിരിക്കുന്ന ഗർഭശിഖോവിലും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിത്യ ഒരു ക്ഷേത്രത്തിൽ എന്തെല്ലാം പൂജാതി കാര്യങ്ങൾ നടക്കുന്നുവോ അതേ പ്രകാരത്തിലുള്ള ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തികച്ചും ആത്മീയമായിട്ടുള്ള സന്ദേശം സമൂഹത്തിന് നൽകി രാമസന്ദേശം സമൂഹത്തിന് നൽകുക എന്ന പരമമായ ഉദ്ദേശത്തോടുകൂടി വർഷം തോറും നടത്തിവരുന്ന രഥയാത്രയ്ക്ക് ഇന്ന് ഈ പുണ്യസങ്കേതത്തിൽ എത്തിച്ചേർന്നപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ അതിന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നൽകിയതിന് പരമേശ്വരന്റെ ഗുരുകടാക്ഷം, ഗുരുക്കന്മാരുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ. ഈ രഥം ഇവിടെ നിന്നും പ്രയാണം തുടങ്ങി നേരെ കന്യാകുമാരിയിൽ രാമനവമി ദിനത്തിൽ, ശ്രീരാമനവമി സുദിനത്തിൽ കന്യാകുമാരി ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ശ്രീരാമനവമി ദിനമായ അന്ന് പുലർച്ചെ ഉദയസമയത്ത് ഉദയസൂര്യനെ ഭജിച്ചുകൊണ്ട് ആദിത്യ ഹൃദയമന്ത്രം ജപിച്ചുകൊണ്ട് ആദിത്യ പൂജ നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് ഈ രാമരഥം കന്യാകുമാരിയിൽ എത്തിയാൽ ചെയ്യുന്ന ആദ്യത്തെ ചടങ്ങ്. അതിനുശേഷം ത്രിവേണി സംഗമത്തിൽ സാഗര പൂജ നിർവഹിക്കപ്പെടും. സാഗര പൂജയ്ക്ക് ശേഷം കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും മുഖ്യ തന്ത്രി പകർന്നു നൽകുന്ന ഭദ്രദീപം ഈ രഥത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദീപത്തോടുകൂടി ലയിപ്പിച്ചതിന് ശേഷമാണ് രാമനവമി ആഘോഷങ്ങൾ നടക്കുന്ന ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. രാത്രി 11 മണിയോടുകൂടി ശ്രീരാമദാസ ആശ്രമത്തിൽ നടക്കുന്ന മഹത്തരമായ ചക്രത്തിൽ അഭിഷേകം എന്ന ശ്രീരാമ പട്ടാഭിഷേകം എന്ന മഹത്തായിട്ടുള്ള കർമ്മത്തിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ ഈ രഥം ആഞ്ജനേയ ആശ്രമത്തിലേക്ക്, മലപ്പുറം ജില്ലയിലെ ആഞ്ജനേയ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും അവിടെ ആശ്രമത്തിന്റെ വാർഷികാഘോഷങ്ങൾ ഹനുമത് ജയന്തി വരെയുള്ള 7 ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യുകയാണ്. ഹനുമത് ജയന്തി ദിവസം ഹനുമത് പൊങ്കാല തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായുള്ള ചടങ്ങുകൾ ആ ആശ്രമത്തിൽ നടക്കുന്നു. അന്നേ ദിവസം എല്ലാവരെയും മനസ്സുകൊണ്ട് അങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടി ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ഒരു രഥയാത്രയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചതിനും ഇവിടെ അതിനു വേണ്ട സൗകര്യങ്ങൾ, എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും നൽകിയതിനുമെല്ലാം ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ വി ആർ രാജശേഖർജിയോടും അതുപോലെ തന്നെ കേശവരാജ്ജിയോടുമുള്ള അഗേതമായ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിലും ഇത്തരത്തിലൂടെ ഒത്തുചേരാൻ യോഗമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സീതാറാം. സമാരോപിതവാമഭാഗം പാണോ മഹാസായകചാരുചായം നമാമി രാമം രഘുവംശനാഭം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം മമത രാക്ഷസാന്തരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പരിപാവനമായ ശ്രീപരമേശ്വരന്റെയും ഭഗവതിയുടെയും ഈ പുണ്യസങ്കേതത്തിലെ ഹൈമാൻ സ്വാമിയുടെ നിയോഗത്താൽ രാമരഥം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിലെ ആഞ്ജനേയ ആശ്രമങ്ങൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനമാണ് മലപ്പുറം ജില്ലയിലെ ആഞ്ജനേയ ആശ്രമം. ആ ആഞ്ജനേയ ആശ്രമത്തിൽ നിന്ന് വിവിധോദ്ദേശങ്ങളായി ലക്ഷ്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള ഈ രഥയാത്ര വിശ്വഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറിയും സംഘത്തിന്റെ മുതിർന്ന പ്രചാരകവുമായിട്ടുള്ള കേശവരാജ് പറഞ്ഞ മാതിരി കേരളത്തിൽ ഇന്ന് ഭൂമിദേവി കരയുകയാണ്. വിധികളടവിയും മരങ്ങളും ഇവകൾ എനിക്കു ഭാരമല്ല, ദുർജന ഭാരമേവ ഭാരം. ഭൂമിദേവി ഭഗവാന്റെ തൃപ്പാദത്തിങ്കിൽ ചെന്നിട്ട്
കരഞ്ഞു പ്രാർത്ഥിച്ചത് ഈ വലിയ പർവ്വതങ്ങളോ മലകളോ സമുദ്രങ്ങളോ ഒന്നും എനിക്ക് ഭാരമല്ല, പക്ഷേ ദുർജനഭാരമേവ ഭാരം. ആ ദുർജനങ്ങളായ രാക്ഷസീയ വംശത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ശക്തിസ്വരൂപനായ വായുപുത്രനായ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയെ, ആ സ്വാമിയുടെ ശക്തിരഥമാണ് ഇന്ന് ഈ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കേശവരാജ് സൂചിപ്പിച്ചതുമാതിരി ഈ ധർമ്മരഥത്തിന്, ശ്രീരാമരഥത്തിന്, ആഞ്ജനേയ സ്വാമിയാൽ നയിക്കപ്പെടുന്ന ഈ ധർമ്മരഥത്തിന് അതിന്റെ പ്രയാണം കേരളത്തിലെ ശ്രീരാമദാസ മിഷൻ, ആ ശ്രീരാമദാസ് ആശ്രമത്തിന്റെ ആ തിരുസന്നിധിയിലേക്കുള്ള പ്രയാണത്തിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ശുഭാശംസകളും മംഗളാശംസകളും വിശ്വഹിന്ദു പരിഷത്തിന്റെ പേരില് നേരുന്നു. തുടർന്നും ആഞ്ജനേയ ആശ്രമത്തിനും ശ്രീരാമദാസ് ആശ്രമത്തിനും വിശ്വഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്ന് അവിടെ നടക്കുന്ന എല്ലാ മംഗളകർമ്മങ്ങൾക്കും വിശ്വഹിന്ദു പരിഷത്തിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും നിസ്സീമമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് ഈ തിരുസന്നിധിയിൽ വെച്ച് വാക്ക് തന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം.